അപ്പം പുറത്താണെങ്കിൽ ചേട്ടൻ്റെ 22 വർഷം പഴക്കമുള്ള ഒരു ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടന്റെ 22 വർഷം പഴക്കമുള്ള ബൈക്ക്. അപ്പൊ ഇതിനോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് മോള് ഇതിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു 1 വയസ്സിൽ. ഇപ്പൊ അതേ മോള് അതിന്റെ പുറത്ത് കയറി ഓടിക്കുന്ന പോലെ ഒരു ഇത് മക്കളെയും റൈഡിംഗ് ഒക്കെ പഠിപ്പിക്കാറുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഇനിയിപ്പോ ഒരു ട്രാക്കിൽ കൊണ്ടുപോകണമെന്നുണ്ട്. ഓക്കെ. അപ്പം ഫസ്റ്റ് ബൈക്കിനുള്ള ഇമോഷൻ എത്രത്തോളം ഉണ്ട്? ഇതൊരുപാട് ഓർമ്മകളുണ്ട്. ഇതുപോലെ മോളെ കൊണ്ടുപോയതും വൈഫിനെ ആദ്യമായിട്ട് കൊണ്ടുപോയ ബൈക്ക് ഇതാണ്. അതെയോ? അങ്ങനെ അച്ഛനുമായിട്ട് പോയിട്ടുണ്ട്. ഈ ബൈക്ക് എന്താ അകത്ത് വെക്കാത്ത? ഇതിപ്പോ മെയിൻ്റെനൻസ് ചെയ്തോണ്ടിരിക്കും. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇത് ലീക്ക് ഉണ്ട്, ടാങ്ക് ലീക്ക് ഉണ്ട്. വീടിന്റെ അകത്ത് മൊത്തം പെട്രോളിന്റെ മണം ആണ് മെയിൻ പ്രശ്നം. ഇതിന് ഇത്രയും വലിയൊരു വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ്? മിക്കവാറും ഇതൊക്കെ വീക്ക്ലി നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും എന്തെങ്കിലുമൊക്കെ. ഈ അക്വേറിയവും അതുപോലത്തെ കാണുന്ന എല്ലാ സാധനവും പണി ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ പ്ലാനിങ്, ഞാൻ തന്നെ ആരും വേണ്ട. അല്ല, മിക്കതും മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെയാണെങ്കിൽ തന്നെ ഒരു 6 months ഇടയ്ക്ക് ഓരോ വാൽവൊക്കെ അയച്ചു വിട്ടാൽ തന്നെ കുറെ അഴുക്കൊക്കെ പോയി കിട്ടും. ഗ്ലാസ് മാത്രം ക്ലീൻ ചെയ്യണം. ഈ അക്വേറിയം അതേ സാധനം അകത്തുള്ളത്, ആ ഗ്ലാസ് മാത്രം ക്ലീൻ ചെയ്യണം. അതേ എനിക്ക് എല്ലാ 2 months ഒന്ന് ഇറങ്ങി ക്ലീൻ ചെയ്യേണ്ടി വരും. ഇതിന്റെ 22 വർഷം മുന്നുള്ള വാല്യൂ എത്രയായിരുന്നു? ഇതന്ന് എനിക്ക് വന്ന് 5 lakhs അങ്ങനെ എന്തോ ഉള്ളായിരുന്നു അതിന്റെ വാല്യൂ. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇതെനിക്ക് ഒരിക്കലും കൊടുക്കാൻ പ്ലാൻ ഇല്ല. ഇതെന്തായാലും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ടാങ്ക് ഒന്ന് ശരിയായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇതിന്റെ ബാറ്ററി പോയി. ബാറ്ററി മാറിയപ്പോഴത്തേക്ക് വോൾട്ടേജ് റെഗുലേറ്റർ പോയി. അത് മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്കൊന്ന് റിലേ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ പഴയ ഒരു സർക്യൂട്ട് കിടപ്പുണ്ട്, അതിൽ നിന്ന് ഊരിയെടുത്ത് പിടിപ്പിക്കണം. സമയം കിട്ടാത്തതിന്റെ പ്രശ്നം കാരണം. ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നേച്ചറിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് തോന്നും. കാരണം ഫൗണ്ടന്റെ ശബ്ദം, ഫിഷസ്, റാബിറ്റ്, അങ്ങനെയല്ലേ? മനുഷ്യർക്കെല്ലാം വെള്ളത്തിനടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു റിലാക്സേഷൻ കിട്ടുമെന്നാണ് വെപ്പ്. അപ്പൊ ഇപ്പൊ ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ള സംശയമുള്ളത്. അപ്പം ഇത്രയും ബൈക്കും ഈ ഒരു സെറ്റപ്പും ഒക്കെ കാണുമ്പം ആൾക്കാരുടെ എല്ലാം ഒരു ഡൗട്ടാണ്, ചേട്ടൻ സത്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ കുറേ കൊല്ലം മുമ്പ് UK-യിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഓയിൽ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അന്ന് അവിടെ സോഫ്റ്റ്വെയറിൻ്റെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വന്നൊരു അധികമൊന്നുമില്ല, ഒരു 50 crore ആ റേഞ്ചിലുള്ളൊരു കമ്പനിയായിരുന്നു. അപ്പോൾ ഞാൻ കയറിയിട്ട് കുറച്ച് സോഫ്റ്റ്വെയർസൊക്കെ ചെയ്തു. വിത്തിൻ 4 years ആ കമ്പനി കുറേ വലുതായി. ഇപ്പം ഐ തിങ്ക് അബൌട്ട് 2000 കോടിയുടെ അടുത്ത് ടേൺ ഓവറുള്ള കമ്പനിയാണ്. ഫോർച്യൂൺ 500 കമ്പനിയിലൊക്കെ വന്നതാണ്. അപ്പോൾ അവരുടെ ഇപ്പം സോഫ്റ്റ്വെയർ ഡിവിഷൻ മൊത്തം ഞാനാണ് നടത്തുന്നത്. ഇപ്പം നാട്ടിലോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ 10 കൊല്ലമായിട്ട് ഇവിടെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഒരു IT ഡിവിഷൻ ഇവിടെ നിന്ന് നടത്തുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കൺസൾട്ടൻറ്റ് പ്ലസ് ഡയറക്ടർ ആയിട്ട് ഇങ്ങനെ പോകുന്നു.